ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഞാൻ അശ്വതി. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർഷം നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരുപാട് തവണ ഉണ്ടാക്കുന്നൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്താണെന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ തറവാട്ടിലാണ്. അവിടെ പോയിട്ട് വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ തറവാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. പിന്നെ വഴിയിലൊക്കെ കണ്ടവരോടും അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ വീടെത്താനായി. അപ്പോൾ കരോട്ട് വീടെത്തി. അപ്പോൾ അവരോട് വഴി നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അനിയത്തിൻ്റെ വീട്ടിൽ പോയേക്കാണേ. ഇപ്പോൾ കണ്ടോ, നമ്മൾ പണ്ടത്തെ നാടൻ കോളാമ്പിപ്പൂ കണ്ടോ. ഇപ്പം ചെറിയ ഇലയൊക്കെ ആയിട്ടുള്ള കോളാമ്പിപ്പൂ അല്ലേ, ഇത് പണ്ടേ ഉള്ളതാട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ നല്ലതായിട്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സച്ചൂട്ടനാണെങ്കിൽ ഞാൻ മഴത്തുള്ളിയോടുകൂടി ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ സച്ചൂട്ടൻ വന്നത് കുലുക്കി കളഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ മന്ദാരമൊക്കെ നോക്കി, അങ്ങനെ ഒക്കെ നോക്കി അമ്മച്ചീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ചക്കപ്പഴം കിട്ടിട്ടോ. ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ പൊളിച്ച് വരുന്ന ചക്കയാണ്. എനിക്ക് പഴത്തിനേക്കാളും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം പൊളിച്ച ചക്ക കേട്ടോ. പിന്നെ കഴിക്കാൻ ഇഷ്ടം കൂഴച്ചക്കപ്പഴം, നല്ല മധുരമുള്ളതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കൂഴച്ചക്കപ്പഴം എന്നാണ് എല്ലാവരും പറയുക, വരിക്ക കൂഴ അങ്ങനെയൊക്കെ പറയില്ലേ. അതിൽ കൂഴച്ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം അല്ല, നല്ല മധുരമുള്ളത് മാത്രം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഈ വർഷത്തിൽ ആദ്യമായിട്ട് ചക്ക ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഈ സമയമാകുമ്പോഴത്തേക്ക് കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ടാവേ. ഇതാണ് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഇലക്ക് നല്ല. അപ്പം ഇതിൻ്റെ ഉറവിടം കാണിച്ചു തരാം. ഈ ഇലയുടെ ഉറവിടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കാണാലോ, പരമ്പരയാണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. തിരിയുന്നുണ്ടാവും തോന്നുന്നു, കണ്ടില്ലേ? ഇതാണ് കേട്ടോ സംഭവം. ഈ ഇലയാണ്. ഇതാണ് ഇതിൻ്റെ മരം. ഇതാണ് ഇതിൻ്റെ മരം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉറവിടം. ഈ ഇല വെച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടു നോക്കണം. ഇന്ന് തന്നെ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാറുണ്ട്. എല്ലാ വർഷവും ചക്കയപ്പം ഉണ്ടാക്കാറുണ്ട്. ഈ ചക്കയുടെ സീസണിൽ ചക്ക പഴുത്തിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും നമ്മൾ ഈ ചക്കയപ്പം ഉണ്ടാക്കാറുണ്ട്. ചക്കയുടെ സീസൺ ആകുമ്പോൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ വർഷം നമുക്കങ്ങനെ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പച്ചയാണ്. അത് നമ്മൾ പുഴുങ്ങി കഴിക്കുക ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചു പുള്ളിക്കാരി പകുതി ഡയലോഗ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തറവാട്ടിൽ സ്റ്റക്കായി പോയിട്ടോ. ഞാൻ എന്നിട്ട് പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ച് തറവാട്ടിൽ നിന്ന് പോന്നു. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് തരാം, ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാം നമുക്ക് രണ്ടുപേർക്കും കൂടി എന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളിക്കാരി. എന്നിട്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കലും ഉണ്ടാക്കലൊക്കെ ഞാൻ തനിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ച് അരിപ്പൊടി വറക്കാണ് കേട്ടോ. പിന്നെ റവയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചക്കപ്പഴമൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഇവിടെ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ചക്കയാണ് കേട്ടോ, പക്ഷേ കുഴച്ചക്കയാണ്, നല്ല മധുരമാണ്. എനിക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ചക്കയപ്പം ഉണ്ടാക്കണം എന്ന്. ഈ വർഷം ഇങ്ങനത്തെ ഒരു ചക്ക കിട്ടിയിട്ടില്ല. നല്ല മധുരം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കൂടെ വെല്ലമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ ഒരു ശകലം വെല്ലം ചേർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് വെല്ലം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴമാണ് കേട്ടോ. എന്തോരം ചക്കയുടെ ഉണ്ടാക്കാൻ കിട്ടുമെന്ന് അറിയില്ല, കാരണം ഞാൻ കുറേ തിന്നും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. കുരുവും ചുളയൊക്കെ വേറെയാക്കി വേഗം എടുക്കാം. എളുപ്പമാണ് കേട്ടോ. നന്നായി പഴുത്തായതുകൊണ്ട് കുരു അങ്ങ് പൊക്കോളും, പാടൊന്നുമില്ല. പിന്നെ ആ കുരു വെള്ളത്തിലൊന്ന് കഴുകി ഉണക്കാനിട്ടാൽ മതി കേട്ടോ, നമുക്ക് കറിയൊക്കെ വെക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം തിന്നുകയാണ് കേട്ടോ. കൊതി വരുന്നുണ്ടോ? കുഴച്ചക്കപ്പഴം ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? ചില കുഴച്ചക്കപ്പഴം തിന്നുമ്പോൾ ഭയങ്കര നൂലിങ്ങനെ തൊണ്ടയിൽ കൂടെ വലിയുന്ന പോലെ തോന്നും. ചിലപ്പോൾ മധുരമൊക്കെ കുറവില്ല. ഇതങ്ങനെ നല്ല പൊടിച്ചക്കയാണെന്ന് തോന്നുന്നു. മനോഹരം, അതിരുചികരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ.
അത്ര സൂപ്പറാണേ. അപ്പോൾ എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് കാണുമ്പോൾ വീണ്ടും കൊതി വരും കേട്ടോ. ചക്കയുടെയും തീർന്നു, ചക്കപ്പഴമൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി എന്തെല്ലാം നോക്കാം കേട്ടോ. അപ്പം ഞാൻ വേഗം ഇതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ചക്ക അപ്പം ഉണ്ടാക്കിയിട്ട് വേണം വീട്ടിൽ കൊടുക്കണം. അനിയത്തിയാണെങ്കിൽ അവൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വരെ അയ്യോ ഈ വർഷം നമ്മൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അവരുടെ നാട്ടിലേക്ക് അങ്ങനെ ചക്കയപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. അവൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തേ ഇടനയിലൊന്നും ഉണ്ടാക്കിയില്ല. വരുമ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കള്ളപ്പവും അതൊന്നും അവരങ്ങനെ ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പം ഇപ്പം അതിൻ്റെ ആളാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, ചക്കപ്പഴം കിട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാരി വീട്ടിൽ പോയി. നമുക്കത് എടുത്ത് വെക്കണം. വരിക്കച്ചക്ക ആണെങ്കിൽ നമുക്ക് വരട്ടി വെക്കാമായിരുന്നു. എനിക്ക് കിട്ടിയത് കൂഴച്ചക്ക ആയതുകൊണ്ട് പിന്നെ നമുക്കുണ്ടാക്കിയിട്ട് വീഡിയോ അയച്ചു കൊടുക്കാം അല്ലേ. അപ്പം ഞാൻ കുറച്ച് ചക്കച്ചോളം അതുപോലെ എടുത്ത് പാത്രം നിറയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് മുഴുവൻ വേണ്ട. കാരണം ഞാൻ ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ച് നോക്കുമ്പോൾ 3 തേങ്ങ പൊട്ടിച്ച് 3 കേടാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ എന്താ വില, കടയിൽ നിന്ന് കിട്ടുന്ന ഇതാണ് പരും. എല്ലാവരും മൂക്കാതെയൊക്കെ പറിച്ചു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും വാങ്ങുന്നവർക്ക് എന്തായാലും ബുദ്ധിമുട്ടായില്ലേ. 3 തേങ്ങ പോയി. അതുകൊണ്ട് പിന്നെ ഇനി എനിക്ക് ഒത്തിരി തേങ്ങയൊന്നും കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ അരിപ്പൊടിയും റവയും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ നന്നായിട്ട് തേങ്ങയൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ തേങ്ങ കുറഞ്ഞതിൻ്റെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഏലക്കയും ജീരകമൊക്കെ പൊടിച്ചിട്ട് നമ്മൾ മാവ് സെറ്റാക്കി എടുക്കട്ടെ. ഒരു കുറച്ച് ഉപ്പും കൂടി ഇടുവേ. ഉപ്പ് മുമ്പോട്ട് നിൽക്കുന്ന പോലെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ശകലം ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ മധുരം വെല്ലം ചേർക്കുന്നുണ്ട്, ചക്കപ്പഴത്തിന് മധുരമുണ്ട്. അതൊന്നും ബാലൻസ് ആകാൻ അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമായിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചക്ക പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഇതാണ്, നമുക്ക് നൂല് പോലെയൊന്നും തോന്നില്ല, നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു അരമുറി ചക്ക ആദ്യം അടിച്ചെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നമുക്ക് നാളെയോ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നത് കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് വെല്ലം ഉരുക്കിയത് ചേർക്കണം. വളരെ കുറച്ച് വെല്ലം മാത്രം ഉരുക്കി ചേർക്കുന്നുള്ളൂ. 2-3 ആണി, 2-3 ഇല്ലാന്ന് തോന്നുന്നു, അത്രേ ചേർക്കുന്നുള്ളൂ. കാരണം ചക്കപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് കുമ്പിൾ കുത്തിയിട്ട് ഇടനെല്ലാം കഴുകിയെടുത്ത് കുമ്പിൾ കുത്തി വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. റവ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി നന്നായി തേങ്ങയൊക്കെ ചേർത്ത് അരിപ്പൊടിയും റവയും കൂടി ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി നോക്കിയതാണ്. പക്ഷേ തേങ്ങ ഇങ്ങനെ പണി തരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇനി തേങ്ങ കൊണ്ടുവരണം, വൈകുന്നേരം ചേട്ടായി വരണം ജോലിക്ക് പോയിട്ടേ. അപ്പം അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ ആർക്കില്ല, എനിക്കില്ല കേട്ടോ. പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്ക് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി വെക്കണേന്ന്. അപ്പം ചേട്ടനും അനിയനും വരുമായിരിക്കും. അപ്പം അവർ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കും അവർക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ. അല്ലെ പിന്നെ വന്നിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും രാത്രിയാവില്ലേ. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് കുമ്പിൾ കുത്തി ഉണ്ടാക്കി ആവി കയറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലി ചെമ്പി വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് മതി കേട്ടോ. അത്ര നേരം ആകുമ്പോഴത്തേക്കും വേഗം തന്നെയാകും. ഞാൻ എന്തായാലും ആയി, പിള്ളേരൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ചായയും വെച്ച് ഞാനൊരപ്പം എന്തായാലും ആദ്യം തിന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മനസ്സിലായില്ല ആർക്കാ കൊതി എന്നുള്ളത്. അതുപോലെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചക്കയുടെ. ഇതുപോലെ ചക്കയുടെ ഒക്കെ ഇഷ്ടമാണോ, നാടൻ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.